ഒരു 60 TMC വെള്ളമെങ്കിലും നമുക്ക് അവകാശപ്പെട്ട വെള്ളം, ഒരു TMC വെള്ളം വെറും 6 കോടി രൂപ മാത്രം കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് തമിഴ്നാടിന് കൊടുക്കുന്നു. അപ്പൊ 60 TMC പറയുമ്പോൾ ഒരു TMCക്ക് 6 കോടി പറഞ്ഞാൽ 360 കോടി രൂപ ഒരു വർഷം കൈക്കൂലി ഇനത്തിൽ നമ്മൾ കൈപ്പറ്റിക്കൊണ്ട് എത്രയോ കോടികൾ വിലയുള്ള വെള്ളം നമുക്ക് തമിഴ്നാടിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി അവർ പറഞ്ഞത്. ഈ വകുപ്പ് JWR, ജോയിന്റ് വാട്ടർ റെഗുലേഷൻ അതോറിറ്റി, അതിന്റെ ചെയർമാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർകളാണ്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ വകുപ്പ്, മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ് എന്ന് ബഹുമാനപ്പെട്ട നിയമസഭയിലുള്ള മന്ത്രിസഭയിലുള്ള മന്ത്രി തന്നെ പറയുന്നു. ഒരു 30 വർഷം മുമ്പ് പുഴവെള്ളം പറഞ്ഞാൽ കൃഷിക്കാണ്. ഇപ്പോ കൃഷിക്ക് മാത്രമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ചിറ്റൂർ പുഴയുടെ മൂലത്തറ റെഗുലേറ്റർ, കൊഴിഞ്ഞാമർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന, ചിറ്റൂർ MLA മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂലത്തറ റെഗുലേറ്റർ തൊട്ട് അറബിക്കടൽ വരെയുള്ള ഏകദേശം 160 ഗ്രാമപഞ്ചായത്തുകൾക്കും ഏകദേശം 10 മുനിസിപ്പാലിറ്റികൾക്കും കുടിവെള്ളമാണ്. പാതരട്ടി പദ്ധതി പറഞ്ഞൊരു പുതിയ പദ്ധതി ഇപ്പോ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി പൈപ്പിൽ വെള്ളം തിരികിയാൽ വരുന്നത് ഭാരതപ്പുഴയുടെ വെള്ളമാണ്. പാതരട്ടി പദ്ധതിയാണ്. ചെറുതുരുത്തി തീർത്ഥാടന കഴിഞ്ഞിട്ടുള്ള ഭാരതപ്പുഴയുടെ വെള്ളമാണ്. ഭാരതപ്പുഴ പറഞ്ഞ കവിത എഴുതാനുള്ളത് മാത്രമല്ല, ഒറ്റപ്പാലം ഈ പ്രദേശത്തുള്ള ഷൊർണൂർ ഭാഗത്തുള്ള നിള എന്ന് പേര് വെച്ച് കവിത എഴുതാനുള്ളത് മാത്രമല്ല ഭാരതപ്പുഴ. വെള്ളമൊഴുകിയാൽ മാത്രമാണ് പുഴ. അപ്പൊ സ്വാഭാവികമായി പുഴ എഴുതാൻ ഭാരതപ്പുഴയ്ക്ക് എവിടെ വെള്ളം? കൃത്യമായി കവലപ്രസംഗമോ പൊതുയോഗങ്ങളിൽ മാറി മാറി അറിയിച്ച ആരോപണങ്ങളോ അല്ല. പാലക്കാട് ജില്ലാ ഭരണകൂടത്തിന്റെ വികസന സമിതി മിനിറ്റ്സിൽ വ്യക്തമായി ഉന്നയിച്ച് വിജിലൻസിൽ കേസെടുപ്പിച്ച ഒരു വിഷയമാണ്. ഒരു TMC വെള്ളം എന്ന് വെച്ചാൽ ഇനിയും ആർക്കും മനസ്സിലാകാറില്ല. കഴിയുന്നത്രയും നമ്മുടെ സംസ്ഥാന സർക്കാരും TMC എന്നുള്ള കണക്കിൽ വെള്ളത്തിന്റെ അളവ് പറയാറില്ല. കഴിയുന്നത്രയ്ക്കും ജനങ്ങൾക്ക് മനസ്സിലാകാത്ത വിധത്തിൽ പറയുക, അതാണ് ഇവിടുത്തെ വെപ്പ്. എന്ന് വെച്ചാൽ TMC കണക്കിൽ ജലത്തിന്റെ അളവ് പറഞ്ഞാൽ എല്ലാവരും കുടുങ്ങും. കൃത്യമാണ്. മലമ്പുഴയിൽ എത്ര TMC ആണ് അതിന്റെ കപ്പാസിറ്റി? നമ്മൾ ചോദിച്ചാൽ 160 അടി പറയും, ഇത്ര 2000 ക്യൂസെക്സ് എന്നൊക്കെ പറയും. ഇതൊന്നും നമുക്ക് സാധാരണക്കാരന് മനസ്സിലാകണ്ടേ? അതാണല്ലോ അറിവ്. 8 TMC ആണ് മലമ്പുഴ അണക്കെട്ടിന്റെ കപ്പാസിറ്റി. 8 TMC. പറമ്പിക്കുളത്തിന്റെ കപ്പാസിറ്റി 17.5 TMC ആണ്. തൂണക്കടവത്തിന്റെ 1/2 TMC, പെരുവാരിപ്പള്ളത്തിന്റെ 1/2 TMC. അങ്ങനെ മൊത്തം 19 TMC ആണ് പറമ്പിക്കുളം, തൂണക്കടവ്, പെരുവാരിപ്പള്ളം ഗ്രൂപ്പ് ഡാമിന്റെ കപ്പാസിറ്റി. ചിറ്റൂർ താലൂക്ക് ഉൾപ്പെട്ട പാലക്കാട് ജില്ലയിലുള്ള അണക്കെട്ടുകൾ മീൻകരയുടെ 1/2 TMC ആണ്. ചുണ്ടയാർ ഡാമിന്റെ 1/2 TMC ആണ്. 1 TMC കപ്പാസിറ്റി ഉള്ള അണക്കെട്ട് പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ഒഴികെ വേറില്ല. ബാക്കിയെല്ലാം പറമ്പിക്കുളം ഗ്രൂപ്പ് ഡാമാണ്. മുല്ലപ്പെരിയാറിന്റെ കപ്പാസിറ്റി 15 TMC ആണ്. ഇടുക്കി ആർച്ച് ഡാമിന്റെ കപ്പാസിറ്റി 70 TMC ആണ്. ഇതെന്തിനു പറയുന്നു എന്ന് വെച്ചാൽ, 1 TMC വെള്ളം എന്നുള്ള ആ വെള്ളത്തിനെ കുപ്പിയിലടച്ച് 20 രൂപയ്ക്ക് വിൽക്കുന്ന കുപ്പിയിലടച്ച് 1 TMC വെള്ളത്തിനെ വിറ്റാൽ 56 കോടി രൂപയ്ക്ക് വിൽക്കാം. അതാണ് വെള്ളത്തിന്റെ കമേഴ്ഷ്യൽ വാല്യൂ, വെള്ളത്തിന്റെ മാത്രം. ഈ വെള്ളത്തിന്റെ വാല്യൂ മാത്രമായിട്ട് നിൽക്കുന്നില്ല. അത് കറണ്ട് ഉണ്ടാക്കുന്നു, വൈദ്യുതി, ജലവൈദ്യുതി, അതിനുണ്ടാക്കുന്ന കോടികൾ കണക്കില്ല. വൈദ്യുതി ചാർജ് പിന്നെ പറയണ്ടല്ലോ. അപ്പോ 1 TMC വെള്ളത്തിന്റെ പണത്തിന്റെ അളവിൽ 1 TMC വെള്ളം കണക്കിട്ടാൽ കോടികളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന ഭരണത്തിലുള്ള ഭരണപക്ഷ വൈദ്യുതി മന്ത്രി ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി അവർ പാലക്കാട് ജില്ലാ ഭരണകൂടത്തിന്റെ വികസന സമിതി മിനിറ്റ്സിൽ പറഞ്ഞ വിഷയമാണ്. ഒരു ജലവർഷം പറഞ്ഞാൽ ഓരോ സാധാരണക്കാരനും മനസ്സിലാക്കേണ്ടതുണ്ട്, കൃഷിക്കാരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഫിനാൻഷ്യൽ ഇയർ പറഞ്ഞാൽ March 31 തീർന്നു, April 1 തുടങ്ങുന്നു. അക്കാഡമിക് ഇയർ, അധ്യയന വർഷം സ്കൂളുകൾക്കും കോളേജുകൾക്കും June 1 തുടങ്ങുന്നു. അതുപോലെ ജലവർഷം എന്ന് പറഞ്ഞാൽ June 30 ജലവർഷം തീരുന്നു, July 1 പുതിയ ജലവർഷം തുടങ്ങും. അങ്ങനെ ഒരു ജലവർഷത്തിൽ 1 TMC വെള്ളം 6 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് തമിഴ്നാടിനെ നമ്മൾ വിൽക്കുന്നു, ഒത്താശ ചെയ്യുന്നു. 1 TMCക്ക് 6 കോടി കൈക്കൂലി വാങ്ങുന്നു എന്ന് വെച്ചാൽ കാവേരിയിലുള്ള 30 TMC, പറമ്പിക്കുളം ആളിയാർ മാത്രമല്ല അന്തർ സംസ്ഥാന നദീജലം, നെയ്യാറ്, പാണ്ടിയാർ, പുന്നപ്പുഴ, 5ൽ കൂടുതൽ അന്തർ സംസ്ഥാന നദീജല കരാറുകളുണ്ട്, പൊന്മുടി തൊട്ട്. അങ്ങനെ ഒരു 60 TMC വെള്ളമെങ്കിലും നമുക്ക് അവകാശപ്പെട്ട വെള്ളം
ഒരു TMC വെള്ളം വെറും 6 കോടി രൂപ മാത്രം കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് തമിഴ്നാടിന് കൊടുക്കുന്നു. അപ്പൊ 60 TMC പറയുമ്പോൾ ഒരു TMCക്ക് 6 കോടി പറഞ്ഞാൽ 360 കോടി രൂപ ഒരു വർഷം കൈക്കൂലി ഇനത്തിൽ നമ്മൾ കൈപ്പറ്റിക്കൊണ്ട് എത്രയോ കോടികൾ വിലയുള്ള വെള്ളം നമുക്ക് തമിഴ്നാടിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി അവർ പറഞ്ഞത്. ഈ വകുപ്പ് JWR, ജോയിന്റ് വാട്ടർ റെഗുലേഷൻ അതോറിറ്റി, അതിന്റെ ചെയർമാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർകളാണ്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ വകുപ്പ്, മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ് എന്ന് ബഹുമാനപ്പെട്ട നിയമസഭയിലുള്ള മന്ത്രിസഭയിലുള്ള മന്ത്രി തന്നെ പറയുന്നു. ഇത് പറയാൻ കാരണം ഭൂമിയോട് കണക്കിടാൻ, ഇത് കണക്ട് ചെയ്യാനുള്ള ഒറ്റ കാരണം, ഇവിടെ ഭൂഗർഭജലം എടുക്കുന്നില്ല, ആശങ്കപ്പെടേണ്ടതില്ല പറഞ്ഞാൽ പിന്നെ വേറെ എവിടെ വെള്ളം വരും? ഭാരതപ്പുഴ വെള്ളമില്ല, 7.25 TMC മാത്രമേ ഉള്ളൂ. ശരി, ഈ 7.25 TMC അല്ല നമുക്ക് അവകാശപ്പെട്ടത്. നമുക്ക് അവകാശപ്പെട്ടത് 14 TMC വെള്ളമാണ് എന്ന് 1995-96 ജനുവരിയിൽ നിയമസഭാ കമ്മിറ്റി, അഡോക് കമ്മിറ്റി എന്നുള്ള 2 കമ്മിറ്റികൾ ആധികാരികമായിട്ട് പാലക്കാട് ജില്ല ഉൾപ്പെടെയുള്ള കേരളത്തിലുള്ള 12 MLA-മാർ, MP-മാർ, മന്ത്രിമാരെല്ലാം പറമ്പിക്കുളം ആളിയാർ പ്രോജക്റ്റും മുല്ലപ്പെരിയാർ പ്രോജക്റ്റും സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളെല്ലാം നേരിട്ട് സന്ദർശിച്ച് 14 TMC ആണ് അവകാശപ്പെട്ടത്. തമിഴ്നാടിന്റെ നിയമലംഘനങ്ങൾ ഇതൊക്കെയാണ്, നമുക്ക് കിട്ടേണ്ട 14 നമുക്ക് മേടിച്ചെടുക്കണം എന്നുള്ള നിയമം പാസാക്കി കോടികൾ ചെലവഴിച്ചാണ് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. അത് നടപ്പിലാക്കണ്ടേ? ഇപ്പൊ തമാശയായിട്ട് പറയും, ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന ഞങ്ങളുടെ മാതൃഭാഷയൊക്കെ തമിഴാണ്, പക്ഷെ തമിഴ്നാടുമായി യാതൊരു ബന്ധവുമില്ലാത്ത തിരുക്കൊച്ചിക്കാരാണ്. ഇത് പറയാൻ കാരണം എരുത്തേമ്പതി, കൊഴിഞ്ഞാമറ, വടകരപ്പതി, നെല്ലേപ്പിള്ളി, പെരുമാട്ടി, പട്ടഞ്ചേരി, ചിറ്റൂർ, തത്തമംഗലം മുനിസിപ്പാലിറ്റി, ഈ 6 ഗ്രാമപഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഏത് കാലത്തും തമിഴ്നാടിന്റെ ഭാഗമോ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായോ ഇരുന്ന ഭൂപ്രദേശം അല്ല. പക്ഷെ മുതലമട, കൊല്ലങ്കോട്, പുതുനഗരം, പെരുവമ്പ്, പല്ലശന, കൊടുവായൂർ, ആലത്തൂർ, പാലക്കാട്, മലപ്പുറം ഇതെല്ലാം മദ്രാസ് സ്റ്റേറ്റ് ആണ്, തമിഴ്നാടാണ്. ചെറുതുരുത്തി കഴിഞ്ഞിട്ട് കൊച്ചി വരെ തിരുക്കൊച്ചിയാണ്. ഇത് പറയാൻ കാരണം 90 TMC വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നതാണ് ഈ കോറയാറും ചിറ്റൂർ പുഴയും. ആധികാരികമായ റെക്കോർഡാണ്, നമ്മുടെ നിയമസഭയുടെ റെക്കോർഡാണ്. 90 TMC ഒഴുകിക്കൊണ്ടിരുന്ന ഭാരതപ്പുഴയിൽ, കോറയാറിലും വരട്ടയാറിലും ഭാരതപ്പുഴയിലും ചിറ്റൂരിലുമെല്ലാം പറമ്പിക്കുളം എന്നുള്ള സ്ഥലത്ത് ഒരു അണക്കെട്ട് കെട്ടി. 1956 നവംബർ 1 കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് പറമ്പിക്കുളം അണക്കെട്ട് കെട്ടിയതിനു ശേഷം ഈ 90 TMC 7.25 TMC ആക്കി ചുരുക്കി. പറമ്പിക്കുളം അണക്കെട്ട് കെട്ടുന്നതിന് മുമ്പ് ഭാരതപ്പുഴയിൽ, കോറയാറിൽ ഉൾപ്പെടെയുള്ള ചിറ്റൂർ പുഴയിൽ 90 TMC ഒഴുകിക്കൊണ്ടിരുന്നു. എരുത്തേമ്പതി, കൊഴിഞ്ഞാമറ, വടകരപ്പതി, നെല്ലേപ്പിള്ളി, പെരുമാട്ടി, പട്ടഞ്ചേരി, ചിറ്റൂർ, തത്തമംഗലം മുനിസിപ്പാലിറ്റി, ഈ 6 ഗ്രാമപഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും 3 ബോഗം നെൽവിള ഉണ്ടായിരുന്നു, നെൽകൃഷി ഉണ്ടായിരുന്നു. പറമ്പിക്കുളം ഡാം കെട്ടിയത് പറമ്പിക്കുളത്താണ്. പറമ്പിക്കുളം കൊച്ചിയാണ്, കൊച്ചിക്കുടിയാണ്. പറമ്പിക്കുളത്ത് അണക്കെട്ടിയത് കൊണ്ട് അണക്കെട്ടിലിരുന്ന് വരുന്ന 7.25 TMC എന്നുള്ളത് കൊച്ചിക്ക് മാത്രമാണ്. അതായത് എരുത്തേമ്പതി, കൊഴിഞ്ഞാമറ, വടകരപ്പതി, നെല്ലേപ്പിള്ളി, പെരുമാട്ടി, പട്ടഞ്ചേരി, ചിറ്റൂർ, തത്തമംഗലം മുനിസിപ്പാലിറ്റിക്ക് മാത്രമുള്ളതാണ് ആ 7.25 TMC. കാരണം മുതലമട തമിഴ്നാടാണ്, മദ്രാസ് സ്റ്റേറ്റ് ആണ്. പക്ഷെ വിരോധാഭാസം എന്തെന്ന് വെച്ചാൽ മുതലമട ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇപ്പോ ഈ 3 ഡാമുകളും, ഗ്രൂപ്പ് ഡാം, പറമ്പിക്കുളം, തൂണക്കടവ്, പെരുവാരിപ്പള്ളം. അനീതിയാണ്. സ്വന്തം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന 3 അണക്കെട്ടുകളിൽ നിന്നും മുതലമട ഗ്രാമപഞ്ചായത്തിന് വെള്ളം അവകാശമില്ല. അതാണ് കരാർ. വളരെ വേദനാജനകമാണ്. കുടിവെള്ളത്തിന് വേണ്ടി മൂലത്തറ റെഗുലേറ്ററിൽ നിന്നും കമ്പാലത്തറ വഴി മീൻകരയ്ക്ക് കുടിവെള്ളത്തിന് വേണ്ടി മാത്രം വെള്ളം കൊടുക്കാം. അല്ലാതെ കൃഷിക്ക്, മുതലമടയ്ക്കോ കൊല്ലങ്കോടിനോ വെള്ളത്തിന് അവകാശമില്ല. 7.25 TMC എന്നുള്ളത് ഈ എരുത്തേമ്പതി, കൊഴിഞ്ഞാമറ, വടകരപ്പതി, നെല്ലേപ്പിള്ളി, പെരുമാട്ടി, പട്ടഞ്ചേരി, ചിറ്റൂർ, തത്തമംഗലം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള 6 ഗ്രാമപഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലുമുള്ള 22,000 ഏക്കർക്ക് മാത്രമാണ് 7.25 TMC. ഈ കരാർ ഒപ്പിടണമെന്ന് തമിഴ്നാട്, മദ്രാസ് സ്റ്റേറ്റ്, അപ്പത്തെ കേരള സംസ്ഥാനം, അതായത് തിരുക്കൊച്ചിയുടെ പട്ടംതാണ പിള്ളയ്ക്കും അപ്പ ചിറ്റൂരിന്റെ MLA KA ശിവരാമഭാരതിക്ക് 2 തവണ അയക്കുന്നു. 2 തവണയും ഇത് നീതിക്ക് നിരക്കാത്ത കരാറാണ്, ഇത് ഒപ്പുവെക്കാൻ സാധ്യമല്ല, രൂപീകരിക്കാൻ പോകുന്ന കേരളത്തിന് ഈ വെള്ളം മതിയാകില്ല, 90 TMC ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴയിൽ 7.25 TMC ആയി ചുരുക്കാൻ സാധ്യമല്ല എന്ന് തിരിച്ചയച്ചു. 2 തവണ തിരിച്ചയച്ച ആ കരാർ രൂപീകരിക്കപ്പെട്ട കേരളം ജനാധിപത്യ സർക്കാർ 1956 സർക്കാർ കയറി 4ാമത്തെ മാസം ബഹുമാനപ്പെട്ട നമ്മുടെ അപ്പോഴത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് അവർ ഒപ്പുവെച്ചു. അപ്പൊ ഈ 7.25 TMC എന്നുള്ളത് 22,000 ഏക്കർക്കുള്ളത് 58,000 ഏക്കർക്ക്, പല്ലശന, കൊടുവായൂർ തൊട്ട് കൊല്ലങ്കോട് തൊട്ട് മുതലമട തൊട്ട് പുതുനഗരം തൊട്ട് കണ്ണാടി വരെ, ആലത്തൂർ MLA നിയോജക മണ്ഡലം വരെ ഈ വെള്ളം 58,000 ഏക്കർക്ക് എങ്ങനെ 7.25 TMC മതിയാകും? ബ്രിട്ടീഷുകാരന്റെ ഒരു രീതിയാണ്
തമ്മിൽ തല്ലിപ്പിച്ച് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ. ഓരോ ഫെബ്രുവരി മാർച്ചിലും ചിറ്റൂരുള്ള കൃഷി ഓഫീസിലും ഇറിഗേഷൻ ഓഫീസിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥരെ തെറി വിളിച്ച് സമരം നടത്തുക, ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുക. തമിഴ്നാട് വെള്ളം തരാത്തത് കൊണ്ടാണ് എന്നുള്ളതിന് പകരം 29 കൊഴിഞ്ഞാമറ വഴക്കണപ്പതിയായ തമിഴ് ബിൽറ്റാണ്, അത് തമിഴ്നാടിന്റെ ഭാഗമായിരുന്നതാണ്, ചേർത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നതിനുള്ളത്. ചരിത്രം വളച്ചൊടിക്കുക എന്നുള്ള വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ചരിത്രം വളച്ചൊടിക്കലല്ല, ചരിത്രം, സത്യമായ ചരിത്രം മാച്ചിട്ട് നുണ ചരിത്രം എഴുതി വെക്കുക. കഴിഞ്ഞ 30 വർഷത്തിൽ അത് നടന്നു. എന്തിനാണ്? 1990കളുടെ തുടക്കം തൊട്ട് വലിയ ജലക്കൊള്ളയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജലക്കൊള്ള പറഞ്ഞാൽ അതിന്റെ വ്യാപ്തി ഏറ്റവും വലുതാണ്. പറയൂല്ലോ പൊതുവെ, ഒരു ഐസ്ബർഗിന്റെ പനിമലയുടെ നീ മാത്രമാണ് നമ്മൾ അറിയുന്നത്. അത്രയും വലുതാണ് ജലക്കൊള്ള. തീരാത്ത കൊള്ളയാണ്, തീർന്നില്ല. അപ്പൊ 7 TMC 14 TMC ആക്കാനുള്ള പണികൾ ചെയ്യാതെ തമിഴ്നാട് പോകുമ്പോ തമിഴ്നാട് ഞങ്ങൾ ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കണു പറയുന്നു, ഇവിടെ വരുമ്പോ സമരം ചെയ്യാൻ പറയുന്നു. അതായത് സംസ്ഥാനം ഭരിക്കുന്ന ഭരണപക്ഷം തന്നെ സേവ് ചിറ്റൂർ എന്ന് സംഘടന തുടങ്ങുന്നു. ആരിൽ നിന്നുമാണ് ചിറ്റൂരിനെ സേവ് ചെയ്യണം? ഇപ്പൊ എലപ്പുള്ളിയെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കടന്ന് ഈ കമ്പനി ഇവിടെ വരുമായിരിക്കും, വരാം. കാരണം അധികാരത്തിന്റെ ശക്തി അത്രയുണ്ട്. ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടോ എന്ന് പോലും അറിയില്ല, അറിഞ്ഞവരാരും മിണ്ടുന്നുമില്ല. പിന്നെ കൃത്യമായി പറയുകയാണെങ്കിൽ കൊക്കക്കോള സമരം അതൊരു ഐതിഹാസിക സമരം തന്നെയാണ്. അതായത് 2ാം ലോക മഹായുദ്ധ സമയത്ത് ഹിറ്റ്ലർക്ക് ഈ കൊക്കക്കോളയെ കണ്ണിനാകില്ല, ഇഷ്ടമല്ല. കാരണം അമേരിക്കൻ പ്രോഡക്റ്റ് ആണ്. പക്ഷെ ജർമ്മൻ സോൾജേഴ്സിന് കൂടുതൽ ഇഷ്ടപ്പെട്ടതാണിത്. കൊക്കക്കോളയെ ബാൻ ചെയ്യാൻ ഹിറ്റ്ലർ തീരുമാനിച്ചു, സാധിച്ചില്ല. ഹിറ്റ്ലറെ കൊണ്ടുപോലും സാധിക്കാത്തത് ലോകത്തിൽ കൊക്കക്കോള കമ്പനി പൂട്ടപ്പെട്ടത് 2 സ്ഥലത്താണ്. ഒന്ന് തമിഴ് സിനിമാ നടൻ വിജയ് അഭിനയിച്ച കത്തി പറഞ്ഞൊരു സിനിമയിലാണ്. സത്യത്തിൽ നേരിട്ട് പൂട്ടപ്പെട്ടത് പ്ലാച്ചിമടയിലാണ്, പാലക്കാട് ജില്ലയുടെ പ്ലാച്ചിമടയിലാണ്. ആ സമരം പോലെ എലപ്പുള്ളിയിൽ ബ്രൂവറി സമരം നടക്കുമെന്നെല്ലാം പലരും വിശ്വസിക്കുന്നുണ്ട്. സാധ്യം വളരെ കുറവാണ്. സിനിമയും IPL-ഉം ക്രിക്കറ്റുമുള്ള ഒരു ഭൂപ്രദേശത്ത് ഒരു ജനക്കൂട്ടത്തിൽ വിപ്ലവങ്ങൾ സംഭവിക്കാറില്ല. ഇത് പറയാൻ കാരണം ഒരു വിസ്മയമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും ഇനി വെള്ളം ഒരു കുപ്പി 20 രൂപയാണ്, 50 രൂപ ആയി പറഞ്ഞാലും വാങ്ങാൻ തയ്യാറായി. ഇപ്പൊ സ്വമതയ കറണ്ട് ബില്ല് കൂടി. കറണ്ട് ബില്ല് കെട്ടാനും വിദ്യാഭ്യാസ കേരളീയൻ മലയാളി കറണ്ട് ബില്ല് കെട്ടാൻ വേണ്ടിയും വെള്ളക്കരം കെട്ടാൻ വേണ്ടിയും ലോൺ എടുക്കേണ്ട സ്ഥിതി പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ലോൺ എടുത്ത് കടം വാങ്ങിച്ച് പലിശയ്ക്ക് പണം വാങ്ങിച്ച് വീട്ടിന്റെ കറണ്ട് ബില്ലും കൃഷിയുടെ കറണ്ട് ബില്ലും വെള്ളക്കരവും അടക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന 2025 ഏപ്രിൽ 20 തവണ കൂടി കറണ്ട് ബില്ല് കൂടും. ഒരു 4 വാട്സപ്പ് ഷെയറിങ്, ഫേസ്ബുക്ക് ഷെയറിങ്, ലൈക്കുകൾ, ഹാഷ്ടാഗ്, അതോട് തീർന്നതാണ്. കൊക്കക്കോള സമരം നടന്നതുപോലെ പ്രതികരണ ശേഷിയുള്ള ഒരു സമൂഹമല്ല ഇപ്പോൾ ഉള്ളത്. ഇതാണ് സത്യാവസ്ഥ. ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബ്രൂവറി പോലുള്ള ഇത്രയും ജലക്കൊള്ളയെ തടഞ്ഞ് പ്രകൃതിയെ സംരക്ഷിക്കാനും നമ്മൾ വായ്തോറാതെ പറയുന്ന പ്രസംഗിച്ച് നടക്കുന്ന അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്ന് പറയുന്നതെല്ലാം സംരക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇനിയും ചിന്തിച്ച് തീരുമാനിക്കേണ്ട വിഷയമാണ്.